ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ലൈവ്. എൻ്റെ പേര് ഷെഹുന. ഐ എം ഫ്രം USA. ഇന്ന് നമ്മുടെ ഈ ലൈവില് ലീന ഫ്രം ഓസ്ട്രേലിയ, ശ്രുതി ഫ്രം കാനഡ, സ്റ്റെഫി ഫ്രം അയർലൻഡ് ആൻഡ് ഷിസ ഫ്രം UK. സോ നമ്മൾ 5 രാജ്യങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ലൈവില് നമ്മൾ ജോയിൻ ചെയ്തേക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കംഫർട്ട് സോൺ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. സോ ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. ഇപ്പോൾ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമുക്ക് ഈസിയായിട്ട് പറഞ്ഞാൽ അതൊരു സേഫ് സോൺ എന്ന് പറയാം. സേഫ് ഇൻ ദ സെൻസ് നമ്മൾ ഇപ്പോൾ ഫുൾ ടൈം നമ്മൾ ഓവർ വർക്ക് ചെയ്താലും നമുക്ക് അതിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്നത് അണ്ടർ പേ ആണെങ്കിലും കൂടി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വർക്കിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് സെറ്റിൽ ആകാൻ പറ്റില്ല എന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിലും കൂടി നമ്മൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ബിക്കോസ് എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, എല്ലാവരും ഇങ്ങനെയൊക്കെയാണല്ലോ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഏതോ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് എല്ലാവർക്കും. സോ അതാണ് നമ്മൾ വന്ന് ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഈ കംഫർട്ട് സോൺ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് എന്തൊരു സുഖമാണ്. ലൈക്ക് നമുക്ക് പുതിയൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കൊരു ചേഞ്ച് ഉണ്ടാവുന്നത്. അതേസമയം നമുക്ക് അറിയാവുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നും. അത് ശരിക്കും നമ്മുടെ ഒരു മൈൻഡ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പം ഒരു +2 കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞ് 20, 30, 40, 50 ഇയേഴ്സ് നമ്മൾ അതേ ജോലി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും ഇത് പഠിച്ചിട്ട് വന്നതല്ല. വി ലേൺ ആസ് വി ഡു. നമ്മൾ 12th പഠിച്ച സമയത്ത് നമ്മൾ ഈ കാര്യം പഠിച്ചപ്പോ എന്താണ് നമ്മള് പുതുതായിട്ട് പഠിച്ച കാര്യമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു നേഴ്സാണ്. ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ട് വന്നതല്ല. ഒരു നേഴ്സ് എന്ത് ജോലിയാ ചെയ്യുന്നുള്ള കാര്യം വന്നു കഴിഞ്ഞിട്ട് പഠിച്ചതാണ്. സോ ഇറ്റ്സ് ദ സെയിം വേ. നമ്മൾ കുറെ ആസ് വി ഡു വി ഗെറ്റ് ദ പ്രാക്ടീസ് ആൻഡ് വി ക്യാൻ ഡു ഇറ്റ്. പക്ഷെ നമുക്ക് എത്രയോ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണ്, ചില ആൾക്കാരൊക്കെ പറയും ചിലർക്കൊക്കെ ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ എനിക്കിതൊന്നും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാരും നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല. നമ്മൾ വന്നു, നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് നമുക്കൊരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് സൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം വളരെ ബേബി സ്റ്റെപ്സ് ട്രെയിനിങ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനൊക്കെ അങ്ങനെയാ ചെയ്തത്. പണ്ട് നോക്കുവാണെങ്കിൽ എന്താണ് 12th കഴിഞ്ഞപ്പോ എനിക്ക് ഏത് കോഴ്സിന് പോകണമെന്ന് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലുള്ള കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു IT ഫീൽഡിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ പോലും വന്നില്ലായിരുന്നു. സോ ഐ വാസ് സോ സ്കെയറി ടു ഗോ ദെയർ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇറ്റ്സ് സോ ഡിഫറെന്റ്. ഇപ്പം ബിസിനസ്സിൽ വന്നതിന് ശേഷമാണെങ്കിലും അതിനു മുമ്പേ ആണെങ്കിലും നമ്മൾ മുന്നോട്ട് കാലഘട്ടം മാറിയതനുസരിച്ച് നമ്മൾ അതിനെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഇറ്റ് ബിക്കം ഹാൻഡി. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു വാട്ട് എ ഫൂളിഷ് തോട്ട് വാസ് ദാറ്റ് എന്നാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. സോ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പല ആൾക്കാർക്കും പലതാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, എന്നെ സംബന്ധിച്ച് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് മാറിയപ്പോ ഞാനൊരു പുതിയ കംഫർട്ട് സോണിലേക്ക് എത്തി. അപ്പൊ ആദ്യത്തെ കേസിൽ ഞാൻ ഈ നഴ്സിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു. കാരണം ഞാനത് പഠിച്ച കാര്യമായതുകൊണ്ട് എനിക്കത് ചെയ്യാൻ ഈസി ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ബിസിനസ്സിലേക്ക് വന്നപ്പം വേറൊരു ലെവലിലേക്ക് മാറിയത് കൊണ്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് എനിക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായി. നേരത്തെ എനിക്ക് ഒട്ടും ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എനിക്ക് കിട്ടാത്ത ഒരു കാര്യമായിരുന്നു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് എനിക്കുള്ളത്. സോ വാട്ട് അബൌട്ട് യു, സ്റ്റെഫി? താങ്ക്സ് ലീന ചേച്ചി. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പം ഞാൻ അയർലൻഡിൽ സ്റ്റുഡൻ്റായിട്ട് ഒറ്റയ്ക്ക് വന്ന ആളാണ്. അപ്പം നാട്ടിലായിരുന്നപ്പം എന്താ പറയുക, പേരൻസിൻ്റെ സപ്പോർട്ട്, റിലേറ്റീവ്സിൻ്റെ സപ്പോർട്ട്, അപ്പം വിളിച്ചാൽ ഓടി വരാൻ ആൾക്കാരുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു കംഫർട്ട് സോൺ.
അത് കഴിഞ്ഞിപ്പോൾ അയർലൻഡ് വന്നപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയുക എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ച് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്ത് വന്ന ആൾ, നാട്ടിലെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വന്ന ആളാണ് ഞാൻ പേഴ്സണലി പറയുമ്പം. അതുപോലെ ഈ ബിസിനസ് തുടങ്ങിയപ്പം എനിക്ക് ആ നാട്ടിൽ കിട്ടിയ സെയിം കംഫർട്ട് സോൺ ഫീലിംഗ് ആണ് എനിക്ക് ഇതിലും കിട്ടുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊരു നല്ലൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് തന്നെയുണ്ട്. നമ്മുടെ മെൻറ്റർ, നമ്മുടെ കോച്ചസ്, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള അതർ ബിസിനസ് ഓണേഴ്സ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അങ്ങനെ എല്ലാ രീതിയിലും നല്ല സപ്പോർട്ട് തന്ന് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ശ്രുതി. ശ്രുതി. എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ ടൈം എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മുന്നേ കെയറേഡ് ആയിരുന്നു. അപ്പോൾ അറിയാലോ, ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യണ എല്ലാവർക്കും അത് മനസ്സിലാവും. പല പല ഷിഫ്റ്റുകളാണ്, പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് ഷിഫ്റ്റൊക്കെ. നമുക്ക് രാവിലെ എല്ലാ ദിവസവും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എണീക്കാൻ പറ്റില്ല. ചില ദിവസം നമുക്ക് ഭയങ്കര ടയേർഡായിരിക്കും, ചില ദിവസം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് എനർജി ആയിട്ട് തന്നെ പോകും, ചില ദിവസം നമുക്ക് നല്ല ഉറക്കം പോലും കിട്ടില്ല. അപ്പോൾ രാവിലെ പിറ്റേ ദിവസം നമ്മൾ ഫോണിൽ അലാറൊക്കെ അടിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് പോയിരിക്കും, വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടൈമിൽ നിന്ന് ഞാൻ പോന്നതാണ്. അപ്പോൾ ഈ ബിസിനസ്സിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അലാറം, എൻ്റെ ഫോണിൽ ഇപ്പോൾ അലാറം ഇല്ല. എനിക്കിഷ്ടമുള്ള സമയത്ത് എനിക്ക് ചെയ്യാം. കാരണം ഈ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില ദിവസം നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ ഡൗൺ ആവുന്ന ഒരു ടൈമുകളൊക്കെ ഉണ്ട്. ചില ദിവസം നമുക്കൊരു റിലാക്സ് ഡേ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. ചില ദിവസം നമ്മൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ മെയിൻ കാരണം, പിന്നെ ഞാൻ മാത്രമല്ല, ട്രാവലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് ചിലപ്പോൾ ഒരു സീസൈഡോ അല്ലെങ്കിൽ ഒരു പാർക്കിലോ പോയിരുന്നിട്ട് എൻ്റെ ഈ ചെറിയ ഫോണിലിരുന്ന് എനിക്ക് ബിസിനസ് റൺ ചെയ്യാവുന്നതാണ്. അപ്പം അത് എൻ്റെ കംഫർട്ട് സോൺ. ഓക്കെ, അപ്പോൾ അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി, അത് ഞാൻ ഇവിടെ മെയിനായിട്ട് പറയാം. ഫ്ലെക്സിബിലിറ്റി നമ്മുടെ അവൈലബിലിറ്റി പോലെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ അണ്ടറിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ, ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കും. എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയും. ലാസ്റ്റ് പേ ചെക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ ആ അല്ലെങ്കിൽ 1 മണിക്കൂറിനെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പേ ചെക്ക് വരുന്നത്. അപ്പം ഈ ഒരു ബിസിനസ്സിലാവുമ്പോൾ നമുക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ അതിനും പോകാം, പോയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്ക് ടു അവർ ചെയർ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് നമുക്ക് ചെയ്യാം. കുട്ടികളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണോ അതും ചെയ്യാം, കുക്ക് ചെയ്യാനോ പോവാം, ഗ്രോസറി ഷോപ്പിങ്ങിനും പോകണോ പോകാം. ഇതെല്ലാം നടക്കുകയും ചെയ്യും, ബിസിനസ്സും നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. അതെ, ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് സ്കെഡ്യൂൾ അല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇന്നിപ്പം അത് ഇന്നത് ചെയ്യണ്ടാന്ന് തോന്നിയാൽ യെസ് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് പെർമിഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ രജിസ്റ്റേർഡ് നഴ്സാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് സ്വാപ്പിംഗ് ആണ്. ഷിഫ്റ്റ് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്നാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ദിവസം വേറൊരാളോട് ചോദിക്കും വർക്ക് ചെയ്യാമോന്ന്, എന്നിട്ട് അവർ വർക്ക് ചെയ്യുന്ന ദിവസം നമ്മൾ ചെയ്യും. മെയിൻ പ്രോബ്ലം വരുന്നത് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരാളിനെ കിട്ടും, പക്ഷെ അവര് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒബ്ലൈജ്ഡ് ആയിരിക്കും അവരെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. അന്നേരം നമുക്കിവിടെ വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. സോ അന്നേരം നമുക്കൊരു ക്ലാഷും പിന്നെ അന്നേരം ഒരു ഇഷ്ടക്കേടും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരും. സോ ഈ ബിസിനസിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇന്നും ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ നാളെ ഞാൻ എന്റെ സമയം അതിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ വാട്ട് അബൌട്ട് യു, ഷിസ? എന്റെ കംഫർട്ട് സോൺ ഭയങ്കര കോമഡിയാണ്. ഞാന് ശരിക്കും എന്റെ ഡെലിവറി കഴിഞ്ഞിരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി അറിഞ്ഞത് തന്നെ. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാല്, എനിക്ക് പിള്ളേർ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് ഞാൻ പോയി വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ലായിരുന്നു. ബിക്കോസ് എനിക്ക് ട്വിൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ആ സമയത്ത്, രണ്ടുപേരെയും കൂടെ നോക്കുക എന്ന് പറയുന്നത്. അപ്പം ഇവര് ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം കിട്ടുമ്പം ഞാൻ ആദ്യം എടുക്കുന്നത് ഫോണാണ്. എനിക്ക് ആ സമയത്ത് സോഷ്യൽ മീഡിയാസ് ആയിരുന്നു എൻ്റെ വേൾഡ് എന്ന് പറയുന്നത്. കാരണം നമുക്ക്
എനിക്ക് ആ ഒരു സമയത്ത് ആൾക്കാരെ വിളിച്ച് സംസാരിക്കുക അതിനെക്കാട്ടിലും എനിക്ക് ഫോൺ നോക്കാനായിരുന്നു ഇഷ്ടം. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ മാറി മാറി നോക്കി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസും റീൽസും ഒക്കെ കണ്ടിരിക്കാനായിരുന്നു ഇഷ്ടം. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു, സോഷ്യൽ മീഡിയാസിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരു അവാർഡ് കിട്ടി, അത് നിനക്ക് കിട്ടും. അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതുപോലെ ഞാൻ എൻ്റെ ഒരു ഭയങ്കര കംഫർട്ട് സോൺ ആയിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി അറിഞ്ഞത്. അപ്പം അറിഞ്ഞു വന്നപ്പം നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതും സോഷ്യൽ മീഡിയാസ് ത്രൂ ആണ്. അപ്പം പിന്നെ എന്നോട് ഹസ്ബൻഡ് പറയുമായിരുന്നു, നീ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഏണിംഗ് ഓപ്ഷൻ കിട്ടുമോ നോക്ക്, നിനക്ക് അതിന് പ്രത്യേകിച്ച് സമയമൊന്നും സ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെയാണ് ശരിക്കും എന്റെ ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അതിന്റെ കംഫർട്ട് സോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്യുന്നത് അതിലാണ്. അപ്പം അതിൽ തന്നെ ഞാൻ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ലൈഫിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് എല്ലാ ആൾക്കാരുടെയും ലൈഫിൽ. ഇപ്പം കുട്ടികൾ ഉണ്ടാകുമ്പോൾ തൊട്ടേ പാരന്റ്സ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഹാൻഡിൽഡ് ബൈ ദെയർ പാരന്റ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാല്ലേ. അപ്പം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ മീഡിയാസിന് നമ്മുടെ ലൈഫിലുള്ളത്. ആ ഒരു മീഡിയ ത്രൂ നമുക്കൊരു ഏണിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഐ ആം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരിക്കലും നമുക്ക് സ്റ്റേ അവേ ചെയ്യാൻ ഇനിയത്തെ ഒരു കാലഘട്ടത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇറ്റ് ഹാസ് ചേഞ്ച് ദ ഹോൾ വേൾഡ് ആൻഡ് ഹോൾ ലൈഫ്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ചാറ്റ് GPT ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് ഇതൊക്കെ ഇനിയും മുന്നോട്ട് ഇത് കൂടുതൽ വരുന്ന ജനറേഷൻ എംബ്രേസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. നമ്മൾ എത്ര സ്റ്റേ അവേ ചെയ്താലും ഇറ്റ്സ് ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ്. So why not to make it a benefit for you? Yeah. മാറ്റങ്ങൾ എല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോവിഡിന് മുന്നേ വരെ ആരെങ്കിലും വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ഓപ്ഷനെ പറ്റി കൂടുതൽ ആരും ചിന്തിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ തന്നെ എന്റെ ഹസ്ബൻഡ് IT വർക്കിന് വേണ്ടി ഫുൾ ഡേ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ്. ഇപ്പൊ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഓപ്ഷൻ കുറച്ചൊരു 2 hours ഒന്ന് എന്തെങ്കിലും വന്ന് മോളെ അപ്പോയിന്റ്മെന്റ് എന്നോ എന്തെങ്കിലും പറഞ്ഞ് അയ്യോ നോക്കട്ടെ സമയം ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ പിന്നെ അവിടെ മൊത്തം ഈ IT ഒക്കെ വന്ന് ഇപ്പൊ മോസ്റ്റ്ലി വന്ന ഒരു വർക്ക് ഫ്രം ഹോം ഇത് വന്ന് മാറി. അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ പണ്ട് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്ന് എല്ലാം പോസിബിൾ ആയി വരികയാണ്. ബിക്കോസ് എവറിത്തിങ് ഈസ് ലൈക്ക് ഇൻ അവർ ഫിംഗർ ടിപ്സ് എന്നുള്ളൊരു കാലഘട്ടമായി വരികയാണ്. നമ്മുടെ ഈ ഒരു ഇത് മാത്രം നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രം അല്ല നമുക്ക് ഏൺ ചെയ്യാനുള്ളത്. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഫുള്ളി ജെന്യൂൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഡിജിറ്റൽ ബിസിനസ് പോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതില് നമുക്ക് നമ്മുടെ മുന്നിൽ വന്ന കുറെ ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് ദ ബെസ്റ്റ് ആയിട്ട് തോന്നിയതാണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് വീട്ടിലിരുന്നും വർക്ക് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായത് എന്റെ കോവിഡ് സമയത്താന്ന് തോന്നുന്നില്ല. ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാനുള്ള എന്താ പറയാ ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കൊന്ന് നഴ്സുമാര് ഡോക്ടർമാര് അവർക്ക് എന്താണെങ്കിലും പോകാണ്ട് ബാക്കി എല്ലാ ആൾക്കാർക്കും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ഒരു സമയം. Even for us now, telehealth has become more common. നേരത്തെ ടെലിഹെൽത്ത് ഒന്നും നമ്മളെ ഒരു റിസൾട്ട് മേടിക്കാനായാലും ഡോക്ടറിന്റെ അടുത്ത് പോയാൽ മേടിക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. നമ്മള് ടെലിഹെൽത്ത് അപ്പോയിന്റ്മെന്റ്സ് ആണ് കൂടുതലും. ഡോക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും നമ്മൾ ഫിസിക്കലി ചെക്ക് ചെയ്യേണ്ടാത്ത സമയങ്ങളിൽ ടെലിഹെൽത്ത് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഫോളോ അപ്പ് വിസിറ്റ്സ് ഫോളോ അപ്സ് ചെയ്യുന്നത്. എനിക്ക് എക്സാമ്പിൾസ് ഉണ്ട്. മോളെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ മോസ്റ്റ്ലി ടെലിഹെൽത്ത് ആണ്. ജസ്റ്റ് ഫോളോ അപ്സിന് അവർ ഓരോ തവണയും നമ്മൾ അങ്ങനെ കമ്മ്യൂട്ട് ചെയ്ത് പോകണമെന്നും അറിയില്ല. അവർക്കും കൺവീനിയൻസ്, നമുക്കും കൺവീനിയൻസ്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എല്ലാം അല്ലേ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് നമ്മുടെ നാട്ടില് എല്ലാം ഇപ്പം എവറിത്തിങ് ലൈക്ക് ദേ യൂസ് ദ ഫോൺ റൈറ്റ്. എല്ലാത്തിനും ഡോക്ടർ അപ്പോയിന്റ്മെന്റ്, ടാക്സി ബുക്ക് ചെയ്യാൻ എല്ലാ കാര്യങ്ങൾക്കും നമ്മളിപ്പം നമ്മുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത്. സോ വൈ കാൻ വി ഏൺ ത്രൂ റൈറ്റ്. അത് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കംഫർട്ട് സോണിൽ വെച്ചാണല്ലോ അല്ലെ. അപ്പൊ അതുപോലെ നമുക്കും ഈ ബിസിനസ് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട്, കംഫർട്ട് സോൺ ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യണ്ട. അൺടിൽ അൺലെസ് നമുക്ക് ഈ ബിസിനസ് ആണ്. അത് ബിൽഡ് ചെയ്ത് അത് നമ്മൾ സ്റ്റേബിൾ ആയി വരുമ്പോൾ നമ്മുടെ ഈ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നമുക്ക് കുറെയൊക്കെ ഏർലി ആയിട്ട് റിട്ടയർ ആവാനോ അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ച് ടൈംസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് അവേഴ്സ് കുറയ്ക്കാനൊക്കെ പറ്റും. അതുപോലെ ഞാൻ ഒരു പോയിന്റും കൂടെ ഞാൻ ആഡ് ചെയ്യട്ടെ. എന്റെ അടുത്ത് ഇങ്ങനെ എൻക്വയറിക്ക് വന്നപ്പോഴത്തേക്കും 1-2 പേര് എന്റെ അടുത്ത് പറഞ്ഞു,
അവർക്ക് സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് എക്സ്പോസ്ഡ് ആവാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയാസ് ത്രൂ എങ്ങനെ, അപ്പം അത് അവരുടെ ഒരു ടൈപ്പ് ഓഫ് കംഫർട്ട് സോൺ ആണ്. ആ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ടു മച്ച് ആയിട്ട് അങ്ങോട്ട് ഫേസ് ഒന്നും റിവീൽ ചെയ്ത്, ആ ടൈപ്പ് ആൾക്കാർ ചിലപ്പോൾ അവരുടെ റിസർവ്ഡ് ആയിട്ടുള്ള നോക്കിയാൽ തന്നെ ആൾക്കാർ അറിയാൻ പറ്റും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസോ അങ്ങനെയൊന്നും ഇട്ടിട്ട് പോലും ഇല്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്രാൻഡ് ന്യൂ ആയിട്ട് തന്നെ നമുക്ക് ഫേസ്ലെസ്, നമ്മുടെ ഫേസ് ഒന്നും കാണിക്കാണ്ട് തന്നെ എങ്ങനെ ഈ സോഷ്യൽ മീഡിയാസ് ത്രൂ നമ്മുടെ ഈ ബിസിനസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ബ്രാൻഡ് ന്യൂ ട്രെയിനിങ്ങും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ആഡ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള സോൺസ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അതേ സോണിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ആണ് നമ്മുടെ ബിസിനസ് എന്ന്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്യാം എന്നതായിരുന്നു. വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തു അല്ലേ. നമുക്കൊക്കെ ഇത്രയും കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇരുന്നാണ് ചെയ്യുന്നതെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞേട്ടോ. ഞാൻ അത്ര നാൾ വിചാരിച്ചിട്ടുണ്ട് എന്റെ ഒരു കംഫർട്ട് സോൺ ഇതേ ഉള്ളൂ, അത് അത്രയൊക്കെ ഉള്ളൂ എന്നായിരുന്നു ഞാൻ ഓർത്തോണ്ടിരുന്നത്. പല ആൾക്കാർക്കും പല രീതിയിലാണ്. അതെ. ഇപ്പൊ നമ്മൾ 5 പേരും 5 സ്ഥലത്തു നിന്ന് പറഞ്ഞപ്പോ തന്നെ 5 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഡിഫറെന്റ് ടൈം സോൺസ് ആണ് അല്ലേ. ഓസ്ട്രേലിയയിൽ ഇപ്പൊ എത്രയാ സമയം? ഇറ്റ്സ് മീ ഫ്രം ഓസ്ട്രേലിയ. ഞങ്ങൾ 8:15 പോകുന്നു. സാറ്റർഡേ മോർണിംഗ്. നിങ്ങളെല്ലാം സ്റ്റിൽ ഫ്രൈഡേയിൽ ഇരിക്കുന്നേ ഉള്ളല്ലേ? ഓക്കെ, ഞങ്ങൾ പുറകെ ഞങ്ങള് ഫ്രൈഡേല. ഓക്കെ, സോ ദാറ്റ് വാസ് വെരി നൈസ്. ഇന്നത്തെ ലൈവ് നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ ലൈവ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. യെസ്, ലീന ചേച്ചി പുതിയതായിട്ട് വന്ന ഒരാളാണ്. ഞങ്ങളുടെ ഫേസ്ബുക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും കണ്ടറിയായിരിക്കും. ലീന ചേച്ചിന്റെ ആദ്യമായിട്ട് കാണുന്നത്. ലൈവില് വന്ന ആളാ. അതെ, ലൈവില് വന്ന ആളാണ്. സോറി, ലൈവില് വന്ന ആളാണ്. ഒത്തിരി നാളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുമാണ് കേട്ടോ. അപ്പൊ ലൈവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ടാണ്. ഒത്തിരി ആൾക്കാരുള്ളപ്പം പല ആൾക്കാരെ അറിഞ്ഞിരിക്കുന്നതും പല ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് കിട്ടുന്നതെല്ലാം നല്ല. സോ ഇറ്റ് വാസ് ആക്ച്വലി ഐ ആം ഹാപ്പി. അത് നമ്മുടെ ബിസിനസിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലൈക്ക് എ ഫാമിലി. അപ്പൊ താങ്ക് യു എവ്രി വൺ ഫ്രം കാനഡ, ഫ്രം അയർലൻഡ്, UK, USA, ഓസ്ട്രേലിയ. ഡിഫറെന്റ് സ്ഥലത്തുനിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള 5 ആൾക്കാർ ജോയിൻ ചെയ്തു. ദാറ്റ് വാസ് അമേസിംഗ്. താങ്ക് യു സോ മച്ച് എവ്രി വൺ. അപ്പൊ നമുക്ക് കാണാം. Thank you. Bye. Have a great day. Bye bye. Bye.